കൂട്ടുകാരെ ഞാൻ വന്നു കേട്ടോ. ഞാൻ മക്കളെയും കൂട്ടി ഒന്ന് പുറത്ത് പോവാണ്. അതിൻ്റെ കൂടെ നമ്മുടെ കിച്ചുമാൻ്റെ സ്കൂളിൽ ഒന്ന് പോകണം കേട്ടോ. അവൻ്റെ ബുക്ക് വന്നിട്ടുണ്ട്, അത് മേടിക്കാൻ വേണ്ടി പോകുവാണ്. അങ്ങനെ ബില്ലൊക്കെ അടച്ച് ബുക്ക് മേടിക്കാൻ വേണ്ടി ക്ലാസ്സിലോട്ട് പോകട്ടോ. അവൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഓൾറെഡി ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നേ. കുറച്ചുനാൾ കാണാതിരുന്നതിൻ്റെ പരിചയമൊക്കെ പുതുക്കിയിട്ടുണ്ടെങ്കിലും അങ്ങനെ അത്രയെങ്കിലും മിണ്ടാൻ രണ്ടുപേർക്കും മടിയായിരുന്നേ. പിന്നെ ടീച്ചേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അവരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ടീച്ചറോട് ഉമ്മയൊക്കെ കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ വന്നത് പഴശ്ശി പാർക്കിലോട്ടാണ്. പഴശ്ശി പാർക്ക് എന്നല്ല, വവ്വാൽ പാർക്ക് എന്ന് പറഞ്ഞാലും കൂടുതൽ പേർക്ക് അറിയാൻ സാധ്യതയുള്ളത് അങ്ങനെയാണ്. നമ്മളവിടുന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തു. അപ്പത്തേന് കണ്ണൻ പുറത്തുനിന്ന് ജ്യൂസ് വിൽക്കുന്നുണ്ടായിരുന്നേ. അപ്പം അതും മേടിച്ചിട്ട് പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി വന്നു കേട്ടോ. അവൻ പോയതായിരുന്നു, ഞങ്ങളിവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അവൻ പോയതായിരുന്നേ. അങ്ങനെ അതൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ അകത്തോട്ട് കയറിയിട്ട് അതിൻ്റെ ഇടയിൽ അവിടെ ബട്ടർഫ്ലൈറ്റ് ചിത്രമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ രണ്ടുപേർക്ക് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞാൽ അതൊക്കെ എടുത്തു കേട്ടോ. പിന്നെ അവിടെ എത്തിയത് ഓർമ്മയുള്ളൂ, രണ്ടുപേരും അറിഞ്ചും മുറിഞ്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടലും കളിക്കലൊക്കെ ആയിരുന്നു കേട്ടോ. ഇതിലേ കയറി എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നും വന്നില്ലായിരുന്നു കേട്ടോ. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരേ ഓട്ടവും കളിയായിരുന്നേ. അവനവിടെ ആണെങ്കിൽ താഴെ ആദൂട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ആദൂട്ടൻ പറ്റിച്ച് ഇതിലേ വന്നു കേട്ടോ. പിന്നെ കുറേ താറാവിലും അങ്ങനത്തെ കുറേ റൈഡുകളൊക്കെ ഉണ്ടായിരുന്നേ. എല്ലാത്തിലും ഒരുവിധം കയറി കേട്ടോ. വന്നപ്പോൾ വലിയ വെയിലൊന്നും ഉണ്ടായിരുന്നില്ലേ. പിന്നെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോൾ ചെറിയൊരു വെയിലൊക്കെ വന്നിരിക്കുന്നതിൻ്റെ ഇടയിൽ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് വന്ന് വെള്ളം കുടിക്കാനൊന്നും മറന്നിട്ടില്ല കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചു. കുറച്ചു നേരം കൂടെ ഒക്കെ കളിയൊക്കെ കഴിഞ്ഞ് അവൻ കളിക്കുന്ന പോലെ തന്നെ നമ്മൾ ആദ്യമോനും കളിക്കണേ. അതിന് എന്നെയും വിളിച്ചുകൊണ്ട് പോകാനുള്ള തന്ത്രപ്പാടിലാണ് കശി. അതിൽ രണ്ടുപേരും എനിക്കൊരു റെസ്റ്റ് എടുക്കാനുള്ള ഒരു അവസരം തന്നിട്ടില്ല കേട്ടോ. പിന്നെ അങ്ങനെ തന്നെ നിർത്തിയിട്ട് വരാനും ഒരു ധൈര്യക്കുറവുണ്ട്. എന്തെങ്കിലും വീഴുമൊക്കെ ചെയ്താലോ എന്ന് പേടിച്ചിട്ട് ഞാൻ അവരുടെ പുറകെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ചു നേരം ഊഞ്ഞാലൊക്കെ ആടി. അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ഇവിടെ ഐസ്ക്രീം ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് രണ്ടുപേർക്ക് ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കൊടുത്തു. പിന്നെ കുറച്ച് വാട്ടർ ഷോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കുറച്ചു നേരം കണ്ട് വെള്ളമൊക്കെ വരുമ്പോൾ ഒരു തണുപ്പൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങിയേ. നമ്മൾ ഓട്ടോ കയറി നേരെ മൈസൂർ റോഡാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടെ നേരെ പോയത് റോളക്സിലോട്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. രണ്ടുപേരും ഫുഡൊക്കെ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഭയങ്കര കളിയാണ്. നമ്മൾ ചിക്കൻ സർബിയാനാട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ വന്ന് എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീണ്ടും ഓട്ടോയിലാണ് വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാൻ ടാറ്റ ബൈ, ടേക്ക് കെയർ.